ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 2025 4ാം ക്ലാസ്സിലെ ഹാഫ് ഇയർലി എക്സാം ദുറൂസുൽ ഇസ്ലാം 1 ഒന്നാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗത്തു നിന്ന് എക്സാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് ഉപകാരപ്പെടുത്താം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം, അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്. അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ളത് അങ്ങാടികളാണ്. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മസ്ജിദുകളാണ്. അപ്പം അത് മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ അടുത്തതോ, ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകൾ ജമാഅത്തിൽ സംബന്ധിക്കുന്ന നിസ്കാരങ്ങൾ. ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകൾ സുബ്ഹ് നിസ്കാരത്തിലും അസർ നിസ്കാരത്തിലുമാണ് അവർ സംബന്ധിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കി നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തതോ, കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണം എന്താണ്? ഒഴിവാക്കണം. കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണം ഒഴിവാക്കണം. അടുത്തത്, മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ആര്? ഉലുൽ അസ്മുകൾ. അപ്പോൾ ഉലുൽ അസ്മുകളിൽ പെട്ടവർ ഇതിലാരാണ്? നൂഹ് അലൈഹിസ്സലാമാണ്. ഉലുൽ അസ്മുകൾ 5 പേര്: ഇബ്രാഹിം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നൂഹ് അലൈഹിസ്സലാം. ഇങ്ങനെ 5 പേരാണ് ഉലുൽ അസ്മുകൾ. അപ്പോൾ അത് അതിൻ്റെ കൂടെ മനസ്സിലാക്കണം. ഇനിയാ, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. ഇത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനോട് പറഞ്ഞതാണ്. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. അടുത്തത്, അന്ത സത്താറുൽ മസാവി വ മൂക്കിലുൽ എന്താണ്? അസറാത്തി വ മൂക്കിലുൽ അസറാത്തി. നമ്മൾ ബൈത്ത് പഠിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ മറ്റു ലൈന് വന്നാൽ നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അന്ത സത്താറുൽ മസാവി വ മൂക്കിലുൽ അസറാത്തി എന്ന് അതുപോലെ മാറി വരാൻ മനസ്സിലാക്കാം. അടുത്തതാ, ചേരുംപടി ചേർക്കാനാണ്. കഠിന പീഡനം സഹിച്ച സഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ യജമാനൻ ഉമയ്യ അദ്ദേഹത്തെ ചുട്ടുപടുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അതിൻ്റെ സി അടയാളപ്പെടുത്താം. അടുത്തത്, വഴിയിൽ മാലിന്യ കൂമ്പാരം കണ്ട് വൃത്തിയാക്കിയ മഹാൻ ആരായിരുന്നു? മാക്കിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. മുആവിയത്ത് ബിൻ ഖുറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് മാക്കിൽ ഇബ്നു യസാർ. അതോടെ മനസ്സിലാക്കാം. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്? അബൂ ത്വാലിബാണ്. അപ്പം അതിൻ്റെ ഈ എഴുതാം. അടുത്തതാ, ശത്രുക്കൾ കൊടും പട്ടിണിക്കിട്ട സഹാബി ആരായിരുന്നു? കൊടും പട്ടിണിക്കിട്ടത് ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു. കൊടും പട്ടിണിക്കിട്ടു പീഡിപ്പിച്ചു അല്ലേ? ഇസ്ലാം സ്വീകരിച്ചതിന് മനസ്സിലാക്കണം. ഇനിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ഖുറൈശി നേതാവ് ആരായിരുന്നു? അബൂജഹലാണ്. അപ്പം അതിൻ്റെ എഴുതാം. ഇനി വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. കൈകാലുകളിലെ ഡാഷ് കൃത്യമായി മുറിക്കണം. ശുചിത്വശീലങ്ങൾ. കൈകാലുകളിലെ നഖങ്ങൾ കൃത്യമായി മുറിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് വർഷം രഹസ്യപ്രബോധനം നടത്തി. എത്ര വർഷമായിരുന്നു? 3 വർഷമാണ് രഹസ്യപ്രബോധനം നടത്തിയത്. അടുത്തതോ, സനൽതക്കി ഡാഷ് ഇൻഷാ അല്ലാഹ്. വൈകുന്നേരം കണ്ടുമുട്ടാം. വൈകുന്നേരം എന്നതിൻ്റെത് മസാഅൻ എന്നാണ്. അപ്പോൾ വൈകുന്നേരം മസാഅൻ. അപ്പോൾ ഇവിടെ സനൽതക്കി മസാഅൻ ഇൻഷാ അല്ലാഹ്. വൈകുന്നേരം കണ്ടുമുട്ടാൻ. സ്വബാഹ് രാവിലെ, മസാഅൻ വൈകുന്നേരം. അത് രണ്ടും അതിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത്, അങ്ങാടികൾ ഡാഷിൻ്റെ സങ്കേതമാണ്. എന്തിൻ്റെതാണ്? അങ്ങാടികൾ പിശാജിൻ്റെ സങ്കേതമാണ്. ഇനിയാ, അന്തോഫാറുൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അന്തോഫാറുൻ ഹത്തോയ വദ്ദുനൂബി മൂബിക്കാത്ത്. ഇതുപോലെ വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും കേട്ടോ. അടുത്തതാ, ഇടിയും മിന്നും കാറ്റും റിസ്ക്കും ചുമതലയുള്ളവർ മീക്കായിൽ. പ്രധാനികളായ 10 മലക്കുകളും അവരുടെ ജോലിയും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അവർ എന്ത് ജോലിയാണ് അവർക്ക് ഏൽപ്പിക്കപ്പെട്ടത്? നമ്മൾ ബൈത്ത് രൂപേണ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടിയും മിന്നും കാറ്റും റിസ്ക്കും എന്ന് പൂർത്തിയാക്കി കൊടുക്കാം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്.
തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച കുട്ടിയുടെ മാതാവ് ആരായിരുന്നു? മറിയം ബീവി റളിയല്ലാഹു അൻഹ. കുട്ടി ആരായിരുന്നു? ഈസാ നബി അലൈഹി ഇസ്ലാം. മറിയം ബീവിയാണ് മാതാവ്, കുട്ടി ഈസാ അലൈഹി ഇസ്ലാം. അടുത്തതാ, ആദ്യമായി എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങളുടെ എണ്ണം 14 പേരാണ്. 14 പേര്, 10 പുരുഷന്മാരും 4 സ്ത്രീകളും, അങ്ങനെ 14 പേരാണ് ആദ്യം നുബുവത്തിന്റെ 5-ാം വർഷം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയത്. എത്യോപ്യ, ഹബിഷ രണ്ടും സെയിം ആണ്, 2 പേരും വരുന്നുണ്ട് അവിടെ, പാഠഭാഗത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കണം കേട്ടോ. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയത് 14 പേര്, 10 പുരുഷന്മാരും 4 സ്ത്രീകളും. നുബുവത്തിന്റെ 6-ാം വർഷം 83 പുരുഷന്മാരും 18 സ്ത്രീകളും. 83 പുരുഷന്മാരും 18 സ്ത്രീകളും നുബുവത്തിന്റെ 6-ാം വർഷം ഹിജ്റ പോയിട്ടുണ്ട്, അത് മനസ്സിലാക്കണം. ആദ്യമായിട്ട് 5-ാം വർഷമാണ് ഹിജ്റയാണ്, 5-ാം വർഷം. ഇനി മുർസലുകളുടെ എണ്ണം എത്ര? മുർസലുകളുടെ എണ്ണം 313. 1,24,000 അമ്പിയാക്കളുണ്ട്. 1,24,000 അമ്പിയാക്കളുണ്ട്. അവരിൽ 313 പേര് മുർസലുകളാണ്. അവരെ സിഫത്തുകൾ, അവർക്ക് അവിടെ 4 വാജിബായ സിഫത്തും 4 മുസ്തഹിലായ സിഫത്തും 1 ജായിസായ സിഫത്തും, അങ്ങനെ 9 സിഫത്തുകളുണ്ട്. അത് മനസ്സിലാക്കണം അവിടെ. പിന്നെന്താണ്, ആരാണ് മുർസലുകൾ മനസ്സിലാക്കണം. മത നിയമങ്ങൾ വഹിയായി ലഭിക്കുന്നതോടൊപ്പം അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയുള്ളവരാണ് മുർസലുകൾ, അവിടെ മനസ്സിലാക്കണം. പിന്നെ 25 പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുർസലുകളുടെ എണ്ണം ഖുർആനിൽ പറഞ്ഞത് 25ആണ്. അവരുടെ പേര് നമ്മൾ ബൈത്ത് രൂപേണ പഠിച്ചിട്ടുണ്ട്, 25 പേര്. അപ്പോൾ അത് വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. മുർസലുകളിൽ നിന്ന് ഖുർആനിൽ പറഞ്ഞ 5 ആളുടെ പേര് എഴുതാന്ന് പറഞ്ഞാൽ 5 പേര് എഴുതണം. പിന്നെ ഉലുൽ അസ്മ് ആരാണ്? മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഉലുൽ അസ്മ്. അവർ 5 പേരാണ്. അവരുടെ നേതാവാണ്, ഉലുൽ അസ്മുകളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത്, ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ ആരുടെ രീതിയാണ്? ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ പിശാചിൻ്റെ രീതിയാണ്, പിശാചിൻ്റെ. ഇനിയോ, സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ കാണും ആരാണ്? സജ്ജനങ്ങളാണ്. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് അല്ലാഹു തആലയെ കണ്ടത്. ഇനി സജ്ജനങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് കാണാൻ സാധിക്കും, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. പ്രിയ പത്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സൂറത്തുൽ മസദിൽ മുന്നറിയിപ്പായിരുന്നു. എന്തിനെക്കുറിച്ചായിരുന്നു? അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. സൂറത്തുൽ മസദിൽ അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. അടുത്തത്, മലക്കുകളിൽ 2 വിഭാഗത്തിൻ്റെ പേരെഴുതുക. മലക്കുകളിൽ 2 വിഭാഗം ആരാണ്? അർഷിനെ ചുമക്കുന്നവർ, പിന്നെ മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നവർ, നരകത്തെ കാക്കുന്നവർ, സ്വർഗത്തെ കാക്കുന്നവർ, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. മനസ്സിലായില്ലേ? നന്മ തിന്മ എഴുതുന്നവർ, ഇടി മിന്നി കാറ്റ് വഹി അറിയിക്കുന്നവർ, ഇങ്ങനെ മലക്കുകൾ വിഭാഗങ്ങൾ പറഞ്ഞിട്ട് പല വിഭാഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനിയോ, നാം വൃത്തിയായി സൂക്ഷിക്കേണ്ട 4 പൊതുസ്ഥലങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? മസ്ജിദ്, വിദ്യാലയം, ജോലിസ്ഥലം, ബസ് സ്റ്റോപ്പ്, ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് 4 എണ്ണം എഴുതാം. മസ്ജിദ്, വിദ്യാലയം, വായനാശാല, ജോലിസ്ഥലം, ഇതൊക്കെ നമ്മൾ എന്താണ്? വൃത്തിയായി സൂക്ഷിക്കേണ്ട പൊതുസ്ഥലങ്ങളാണ്. വഴി, ഇതൊക്കെ പൊതുസ്ഥലങ്ങളാണ്. ഇനിയോ, ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത് എന്താണ് ആവശ്യപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരികയോ ചെയ്യാനാണ് ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരികയോ ചെയ്യാനാണ് ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത്. അടുത്തത്, അമ്പിയാക്കൾക്ക് വാജിബായ 4 സിഫത്തുകൾ ഏതെല്ലാം? അമ്പിയാക്കൾക്ക് വാജിബായ 4 സിഫത്തുകൾ: അസ്സിദ്ഖ്, ഫതാനത്ത്, അമാനത്ത്, തബ്ലീഗ്.
ഇതാണ് അമ്പിയാക്കൾക്ക് വാജിബായ സിഫത്ത്. സിദ്ക്ക് സത്യസന്ധത, ഫത്താനത്ത് കൂർമ്മബുദ്ധി, അമാനത്ത് വിശ്വസ്തത, തബ്ലീഗ് പ്രബോധന പ്രവർത്തനം. ഇങ്ങനെ വാജിബായ 4 സിഫത്ത്, മുസ്തഹിലായ 4 സിഫത്ത്, കദിബ്, ഖിയാനത്ത്, കിത്മാന്, ബലാദത്ത്. മാച്ച് ചെയ്യാൻ വരും. എന്താണ് കദിബ്? കളവ് പറയല്. ഖിയാനത്ത് എന്താണ്? വിശ്വാസവഞ്ചന. കിത്മാന് ദൗത്യം മറച്ചു വെക്കല്. കിത്മാൻ ദൗത്യം മറച്ചു വെക്കല്. ബലാദത്ത് ബുദ്ധിമാന്ദ്യം. അത് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്തത് എന്താണ്? മദീനയിൽ രോഗികളെ കാണാത്തതിൻ്റെ കാര്യം അന്വേഷിച്ച ഡോക്ടറോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? നിങ്ങൾ വിശന്നാലേ ഭക്ഷണം കഴിക്കൂ, കഴിക്കുമ്പോൾ വയർ നിയച്ച് കഴിക്കാറില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡോക്ടറോട് പറഞ്ഞത്. ആരായിരുന്നു മദീനയിലേക്ക് ഡോക്ടറെ അയച്ചത്? മുഖൗക്കിസ് രാജാവാണ്. അപ്പം അതും എൻ്റെ കൂടെ മനസ്സിലാക്കണം. ഞങ്ങൾ വിശന്നാലേ ഭക്ഷണം കഴിക്കൂ, കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കാറില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡോക്ടറോട് പറഞ്ഞത്. അടുത്തത് കഫിർ അന്നി ദുനൂബി. സാരമെന്ത്? നമ്മൾ അഷ്റഖൽ ബദർ എന്ന ബൈത്തിൽ നിന്നാണ് വന്നത്. എൻ്റെ പാപങ്ങൾ പുറത്തു തരേണമേ എന്നാണ്. കഫിർ അന്നി ദുനൂബി, എൻ്റെ പാപങ്ങൾ പുറത്തു തരേണേ. ആ ബൈത്തിൻ്റെ മീനിങ് മനസ്സിലാക്കിയാലാണ് ഇതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. മനസ്സിലാക്കാം. അടുത്തതാ അറബിയിൽ എഴുതുക. എന്താണ്? ഞാൻ മദ്രസയിലേക്ക് പോകും. ഞാൻ മദ്രസയിലേക്ക് പോകും. എന്താ എഴുതാ? സ അദ്ഹബു ഇലൽ മദ്രസത്തി. സ അദ്ഹബു ഇലൽ മദ്രസത്തി എന്ന്. ഇനിയാ രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. അബൂലഹബിൻ്റെ ധിക്കാരം, അതിനെക്കുറിച്ചിട്ട് എഴുതണം. എന്തായിരുന്നു അബൂലഹബിൻ്റെ ധിക്കാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൻ്റെ മുകളിൽ കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓടി വരൂ, ഓടി വരൂ. കേട്ടവരെല്ലാം കുന്നിൻ്റെ താഴെ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഈ മലയുടെ പിറകിലൂടെ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, അതെ, നിങ്ങൾ കളവ് പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണെന്ന് പറഞ്ഞു. വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിന ശിക്ഷ വരും. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് ഈ സന്ദർഭത്തിൽ ചോദിച്ചു. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് സൂറത്തുൽ മസദ് അവതരിച്ചത്. അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു അത്. ആ മുന്നറിയിപ്പ് അക്ഷരം പ്രതി പുലരുകയും ചെയ്തു. ഇതാണ് നമുക്ക് അബൂലഹബിൻ്റെ ധിക്കാരത്തെ കുറിച്ചിട്ട് അവിടെ എഴുതേണ്ടത്. ഇനിയാ ശുചിത്വശീലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വൃത്തിയും ശുദ്ധിയുമുള്ള മാന്യമായ വസ്ത്രം ധരിക്കുക, ആൺകുട്ടികൾ തലമുടി ചെറുതായി മുറിച്ചൊതുക്കുക, മുടിയിൽ ഒന്നിടവിട്ട ദിനങ്ങളിൽ എണ്ണ പുരട്ടുക, മുടി ചീകി വെക്കുക, കൈകാലുകളിലെ നഖങ്ങൾ കൃത്യമായി മുറിക്കുക, ശരീരത്തിലെ അഴുക്കും കഴുകിക്കളയുക, നിത്യവും ഇടയ്ക്കിടെ പല്ല് തേക്കുക, ദിവസവും കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. ഇങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചാലാണ് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 2 നന്നായിട്ട് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഓപ്ഷൻ മാറി വരുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. ഇനി അടുത്തത് എന്താണ്? ത്യാഗം സഹിച്ച സഹാബികൾ അവരെ കുറിച്ചാണ് എഴുതേണ്ടത്. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും മക്കാ മുശ്രിക്കുകൾ ഉപദ്രവിച്ചു. പലരും കഠിന പീഡനങ്ങൾക്കിരയായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ യജമാനൻ ഉമയ്യ നട്ടുച്ചക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കിലിട്ട് പീഡിപ്പിച്ചു. സുമയ്യ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ ക്രൂരമർദ്ദനമേറ്റു രക്തസാക്ഷിയായി. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൊടും പട്ടിണിക്കിട്ടു. സിന്നീറ റളിയല്ലാഹു അൻഹാക്ക് ഏറ്റ പീഡനത്താൽ അവരുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇതൊക്കെ സഹാബികൾ, ത്യാഗം സഹിച്ച സഹാബികളാണ്. അതിനെക്കുറിച്ച് അവിടെ എഴുതാം. ഇനിയാ ഇസ്ലാമിലെ ഭക്ഷണ രീതി. മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ വയറിനേക്കാൾ മോശമായതില്ല. മനുഷ്യന് നിവർന്നു നിൽക്കാൻ ആവശ്യമായ ഏതാനും പിടി ഭക്ഷണം മതി. അത് പോരെങ്കിൽ വയറിൻ്റെ 1/3 ഭാഗം ഭക്ഷണം കഴിക്കട്ടെ, 1/3 വെള്ളം കുടിക്കട്ടെ, 1/3 ഭാഗം കാലിയാക്കിരട്ടെ. മുസ്ലിങ്ങളുടെ ഭക്ഷണക്രമം ഇങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടെ എഴുതാം. അതിൻ്റെ കൂടെ നമുക്ക് ശരീരത്തിനും ബുദ്ധിക്കും ഹാനികരമായ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കരുത്.
രാസവസ്തുക്കളും കൃത്രിമ നിറങ്ങളും ചേർന്ന ഭക്ഷണം ഒഴിവാക്കണം. മാംസാഹാരങ്ങളും മറ്റും ഹലാലും ഹാനികരമല്ലെന്ന് ഉറപ്പാക്കണം. അമിതാഹാരം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് അലസതയുണ്ടാക്കും, ബുദ്ധിമാന്ദ്യത്തിന് ഇടവരുത്തും, അമിത ഉറക്കിന് കാരണമാകും. അപ്പോൾ അത് അത്രയും മനസ്സിലാക്കിയിട്ട് അവിടെ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ദുറൂസ് 1 എന്ന ഈ ചോദ്യപേപ്പറിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മൾ റിവിഷനായിട്ട് 1 മുതൽ 10 വരെയുള്ള പാഠങ്ങൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ഓരോ പാഠത്തിൽ നിന്ന് എന്ത് പഠിക്കണം എന്നത്. അപ്പോൾ അത് വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്താം. അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.